എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിതാ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന എമ്പുരാൻ്റെ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയതാണ്. അപ്പോൾ കണ്ടിറങ്ങിയ ഉടനെ തന്നെ ചൂടപ്പം പോലെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അധികം കീറി പോസ്റ്റ്മോർട്ടം ചെയ്യാനില്ല, മറ്റുള്ളവർക്ക് കാണാനുള്ളതാണെന്ന് മനസ്സിലാക്കിയതിനെ കൊണ്ട് തന്നെ എന്താ പറയുക, പടം മൊത്തത്തിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പോകുന്നവർ ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുത്തിട്ട് പടത്തിന് പോകണ്ട. ഒരു എന്താ പറയുക, കണ്ട് വൺ ടൈം വാച്ചബിളായിട്ട് കാണാവുന്നൊരു പടമാണ്. ഡയറക്ഷനായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ആൾക്കാരെല്ലാവരും അവരവരുടെ റോൾസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടം തുടങ്ങുന്നത് ആദ്യത്തെ നമ്മളുടെ സോങ് ഉണ്ടല്ലോ, എമ്പുരാനെ എന്നുള്ള സോങ് വെച്ചിട്ടാണ് ഈ പടം തുടങ്ങുന്നത് കേട്ടോ. അത് വരുമ്പം നമുക്കൊരു ഫീലുണ്ട്, നമുക്കിങ്ങനെ പറയില്ലേ, എന്താ പറയുക, രോമാഞ്ചം വരികയെന്നറിയില്ലേ, ശരിക്കും രോമാഞ്ചമായിരുന്നു ആ പാട്ട്. എമ്പുരാനെ എന്നുള്ളൊരു ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഫീലായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് പടം തുടങ്ങുന്നു. പടം ഒരു നോർത്തിലെ ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ട് ഇത് വരുന്നു. അതിൽ ആ ഒരു സ്റ്റാർട്ടിങ്, ആ ഒരു 20 minutes എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. അത് പടത്തിൻ്റെ വേറെ ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ വേറെ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നമോ ഒന്നുമല്ല. ആ ഒരു ഇൻസിഡൻറ്റ്, അവർ കാണിക്കുന്ന ഇൻസിഡൻറ്റ് ഭയങ്കരമായിട്ട് മനസ്സിനെ തട്ടുന്ന ഒരു ഇൻസിഡൻസ് ആയിരുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പാർട്ടികളാവട്ടെ, പൊളിറ്റിക്സ് ആവട്ടെ, മതമാവട്ടെ, ജാതി ആവട്ടെ, വർണ്ണവിവേചനമാവട്ടെ, അങ്ങനത്തെ പലതരത്തിലുള്ള കാര്യങ്ങളെയും ആസ്പദമാക്കിയിട്ട് പലരും ചെയ്യുന്ന പല ക്രൂരതകൾ, അത് സത്യത്തിൽ എന്തൊരു നമ്മളൊക്കെ മനുഷ്യരാണോ എന്ന് തോന്നിപ്പിക്കുന്ന പലതും തോന്നിപ്പോകും. കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പലരെയും ഇതിനു വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എത്രത്തോളം ക്രൂരമായിട്ടാണ് മനുഷ്യർ ചിന്തിക്കുന്നത്, ഇതിനൊക്കെ ഒരു അറുതി വരുമോന്നൊക്കെ എൻ്റെ മനസ്സിലൂടെ അങ്ങനെ പോയി അങ്ങനത്തെ ഓരോരോ സീൻസ് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ അത് മനസ്സിലാവും. അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. അതിന്ന് ഞാൻ പിന്നെ ഒരു 10 മിനിറ്റൊക്കെ എടുത്തു എനിക്ക് സത്യം പറഞ്ഞ പേഴ്സണലി അതിൽ നിന്ന് കയറാൻ. അങ്ങനെ പടം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ കഥകളിലേക്കും കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങളൊന്നും കടക്കുന്നില്ല, മറ്റുള്ളവർക്ക് കാണേണ്ടതിനെ കൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാസ്റ്റിംഗ് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു ഒരു സീനുണ്ട്, നമ്മളുടെ പൃഥ്വിരാജിൻ്റെ ഒരു ചൈൽഡ്ഹുഡായിട്ട് അഭിനയിക്കുന്ന, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനായി വരുന്നൊരു ക്യാരക്ടറൊക്കെ ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് എന്താ പറയുക, AI യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇവരത്രയും സിമിലാരിറ്റി ആക്കിയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. വളരെ അത്രയ്ക്കും ആപ്റ്റായിരുന്നു. ഫാദറായ ആളായാലും മകനായി വന്ന നമ്മളുടെ പേരെന്തായിരുന്നു, തമിഴ്നാടനായാലും തോന്നുന്നു അല്ലേ, എനിക്ക് പേര് ഓർമ്മയില്ല. അപ്പം അങ്ങനെ വളരെ നന്നായിരുന്നു. അങ്ങനത്തെ കാസ്റ്റിംഗ് കാര്യങ്ങളും അതിൻ്റെ വില്ലനെ എടുത്തതും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നന്നായി. പിന്നെ എനിക്ക് ഈ പടത്തിൽ ഈ നോർത്ത് സൈഡ് കാണിക്കുന്ന പല സീൻസ് ഉണ്ട്. അതെനിക്ക് നമ്മളുടെ മുരളി ഗോപിൻ്റെ ടിയാൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മളെ ഇന്ദ്രയത്തും പൃഥ്വിരാജൊക്കെ അഭിനയിച്ചൊരു സിനിമ തന്നെയാണ്. ആ സിനിമയുടെ എവിടേക്കൊക്കെയോ ഒരു ചേരുവ എനിക്ക് തോന്നി. അത് സ്ക്രിപ്റ്റ് റൈറ്റർ ഒരേ ആളായതിനെ കൊണ്ടാണോ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടിട്ട് പറയൂ, അങ്ങനെയാണോ നിങ്ങൾക്കും തോന്നുന്നതെന്ന്. അപ്പോൾ അങ്ങനെ പടം കുഴപ്പമില്ലാതെ എന്താണ് പറയുക, BGM കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാൻ എനിക്ക് തോന്നിയ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ മാസ് സീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എലമെൻറ്റ് അങ്ങനെ അത്ര അധികമായിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. കാരണം മോഹൻലാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും പിന്നെ അങ്ങനെ നമ്മളുടെ മെയിൻ ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം നമുക്കൊരു ആവർത്തന വിരസത തോന്നുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു എന്താ പറയുക, ഭയങ്കരമായൊരു ഉള്ളിൽ തട്ടുന്നൊരു ഫീലില്ലേ, അത് പലയിടത്തും മിസ്സിങ് ആയിട്ട് തോന്നിട്ടോ. അപ്പം അങ്ങനത്തെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ധന്യെന്തോ പറയാനുള്ളത്, എന്നാലും ഓക്കെയാണ്, കണ്ടിരിക്കാം. തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ഇതൊക്കെ TV-ൽ കണ്ടു കഴിഞ്ഞാൽ ഇത്ര പോലും ഇമ്പാക്റ്റ് കിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അതിൽ ഈ മറ്റേ ഞാൻ പറഞ്ഞില്ല, ഈ സോങ്സ് ഒക്കെ വരുമ്പോഴും ലാസ്റ്റിലൊരു ക്ലൈമാക്സ് ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. ആ ക്ലൈമാക്സ് ഫൈറ്റിലൊക്കെ ആ ഒരു സോങ്ങും കൂടിയും വരുമ്പോഴുള്ളൊരു പവർ അല്ലെങ്കിൽ ഒരു ഫീല് അതൊന്നും വേറെ തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ പടത്തിൻ്റെ ഇത്. അപ്പോൾ ഇനി കാണാനുള്ളവരോട് പറയാനുള്ളതും ബുക്ക് ചെയ്ത്
കാണാൻ പോകുന്നവരോട് പറയാനുള്ളത് ഒരുപാടധികം പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പടം കാണാൻ പോകുമ്പോൾ നമുക്ക് കുറച്ച് കുറവുകളൊക്കെ തോന്നിയെന്ന് വരും. പക്ഷെ അങ്ങനെയല്ലാതെ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവി ആയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമ്മൾ ചെറുതായിട്ട് പടം കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ശരി.